കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ പാർട്ടിലെ ഒരു 4 മൊഡ്യൂൾസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നമ്മളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ലെവലിലുള്ള സ്റ്റുഡൻസിനും മനസ്സിലാകുന്ന രീതിയിൽ ആണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈമറി സ്റ്റോറേജ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. പ്രൈമറി സ്റ്റോറേജ് ഇൻ കമ്പ്യൂട്ടിംഗിൽ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് പറഞ്ഞു പോകാം. തുടക്കം തന്നെ പ്രൈമറി സ്റ്റോറേജ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഐഡിയ ഓർക്കേണ്ടത്, നമ്മളുടെ കമ്പ്യൂട്ടറിന് മദർ ബോർഡ് ഉണ്ട്. എപ്പോഴും കമ്പ്യൂട്ടിങ്ങിന്റെ ബ്രെയിൻ ആയിട്ടുള്ള സി പി യുവിന്റെ അകത്ത് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം, അതിനാണ് നമ്മൾ പറയുന്നത് മദർ ബോർഡ് എന്ന്. ഈ മദർ ബോർഡിൽ നമ്മൾ പിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ സ്റ്റോറേജ് ഡിവൈസസ് ആണ് നോർമലി പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. സോ ഈ മദർ ബോർഡിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള 2 സ്റ്റോറേജ് ഡിവൈസസ് ആണ് റോം ആൻഡ് റാം എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 2 സ്റ്റോറേജ് ഡിവൈസസ് ആണ്. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും. സോ ഇവിടെ ഈ 2 പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് ഡയറക്ട്ലി സി പി യുവിന് അതുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ വേറെ പല സ്റ്റോറേജ് ഡിവൈസസും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതെല്ലാം സി പി യു ഡയറക്ട്ലി ആയിരിക്കില്ല ആക്സസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും റാമും ബ്രോമും സി പി യുവിന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും സംഭവിക്കുന്നത് അതിന്റെ എഫിഷ്യൻസി കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് സി പി യുവിന് ഈ 2 സ്റ്റോറേജ് ഡിവൈസസിലുള്ള ഡേറ്റ, എപ്പോഴും സ്റ്റോറേജ് ഡിവൈസസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനത്തെ റാൻഡം ആക്സസ് മെമ്മറിയിലും റീഡ് ഓൺലി മെമ്മറിയിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ വളരെ എളുപ്പത്തിൽ സി പി യുവിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഈസിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെയും എഫിഷ്യൻസിയെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ ആക്ച്വലി ഒരു കമ്പ്യൂട്ടറൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇത്ര GB, 8 GB അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് GB വെച്ച് നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻസ് നോർമലി പറയാറുണ്ട്. അതിൽ റാമിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ വളരെയധികം മെൻഷൻ ചെയ്യാറുണ്ട്. സോ ആ റാമിന്റെ എഫിഷ്യൻസി കൂടുന്നതിന് അനുസരിച്ച്, അല്ലെങ്കിൽ റാമിന്റെ മെമ്മറി സ്റ്റോറേജ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? നമുക്ക് പ്രൈമറി സ്റ്റോറേജ് കൂടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് കൂടും. ഓക്കെ, സോ നമുക്ക് റാമിനെ പറ്റി പഠിക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന ചിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കാരണം എപ്പോഴും മദർ ബോർഡിൽ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ലംബമായിട്ട് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്പ് പോലെ ഉള്ള ഒരു ഡിവൈസ് ആണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഡിവൈസിന്റെ പ്രൈമറി സ്റ്റോറേജിലെ ഹെഡ്, തല അല്ലെങ്കിൽ അതിന്റെ ലീഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ് റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ പലതരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? യൂസ് ചെയ്യുന്നുണ്ടാകാം. ഒരു സമയം നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് ഏതെങ്കിലും ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നു. അതിനോടൊപ്പം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാൽക്കുലേറ്റർ പോലെയുള്ള ഏതെങ്കിലും സിസ്റ്റം ഡിവൈസസ് അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മൊബൈലിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരേ സമയം പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്.
സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ ഒരേ സമയം ഇവയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന്റെ ഒപ്പം തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഈസിയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് റാം എന്ന് പറയുന്ന പ്രൈമറി സ്റ്റോറേജ് ഉള്ളത് കൊണ്ടാണ് സാധിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ നമ്മൾ കമ്പ്യൂട്ടറോ മൊബൈലോ നമ്മൾ ഓഫ് ആക്കി അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ആപ്ലിക്കേഷൻ ഡിവൈസസിന്റെ ഡേറ്റ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതായിരുന്നു. നമുക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് തന്നെയാണ് റാമിന്റെ മറ്റൊരു പ്രത്യേകത. ഇതിന് വളരെയധികം സ്പീഡും നമ്മളെ എളുപ്പവും ഉണ്ടെങ്കിലും ഇത് വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്ന മെമ്മറി ആണ്. ഓക്കെ, അതാണ് റാൻഡം ആക്സസ് മെമ്മറിയെ പറ്റി പറയുന്നത്. പക്ഷെ റാമിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാമിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതിന് അനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡിവൈസിന്റെ എഫിഷ്യൻസി എപ്പോഴും കൂടും. ശരിയാണല്ലോ. അടുത്തത് നമ്മുടെ പ്രൈമറി സ്റ്റോറേജിൽ തന്നെയുള്ള രണ്ടാമത്തെ പ്ലെയർ, റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ആക്ച്വലി നമ്മളുടെ മദർ ബോർഡിലെ തന്നെ കാര്യം പറയുന്നു, ഒരു ചിപ്പ് പോലെ ലംബമായിട്ടിരിക്കുന്നതാണ് റാം. പക്ഷെ അതിൽ സോൾഡർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് റോം എന്ന് പറയുന്നത്. റാമും റോമിനെയും കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് നമുക്ക് എപ്പോഴും എളുപ്പം. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറി ആയതുകൊണ്ട് തന്നെ റോം നോൺ വോളറ്റൈൽ ആണ് എന്ന് ഓർക്കുക. റാം ചെയ്യുന്നത് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ആയാലും അതിലെ ഡേറ്റാസ് നഷ്ടപ്പെടും റാമിൽ. പക്ഷേ റോമിൽ എന്താണ്, അങ്ങനെ ഡേറ്റ നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈലും റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു നമ്മുടെ റിയൽ ലൈഫ് സിനാരിയോയിലേക്ക് പോകാം. നമ്മളുടെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പ്രോഗ്രാംസ് ഇനീഷ്യലി അതിൽ റൺ ചെയ്യുന്നു. നമ്മൾ ഒരു തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ആ ഒരു ജോലിയാണ് റോം എടുക്കുന്നത്. കമ്പ്യൂട്ടറിനെ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഫ്റ്റ്വെയർസോ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അതിനെ റൺ ചെയ്യാനും കമ്പ്യൂട്ടർ ഡിവൈസിനെ നമ്മളുടെ രീതിക്ക് പ്രവർത്തനക്ഷമമാക്കുക എന്ന കർത്തവ്യമാണ് റോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പലരും കേട്ടിട്ടുള്ള മറ്റൊരു പേരായിരിക്കും ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറി സാധാ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിരിക്കുന്നത് ഏതെങ്കിലും ബ്രൗസറുകളായ സഫാരിയോ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സോ പോലെയുള്ള ബ്രൗസേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അവിടെ ക്യാഷ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നോർമലി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ്. ക്യാഷ് മെമ്മറി ചെയ്യുന്ന ജോലി അവിടെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള, ലോഗിൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ്. നോർമലി നമ്മൾ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ അതിന്റെ നമ്മളുടെ നേരത്തെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റുകളെല്ലാം നമ്മളുടെ ബ്രൗസറിൽ തന്നെ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രൗസർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് കമ്പ്യൂട്ടിംഗ് ഡിവൈസിന് ഓൾ ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ ബ്രൗസറിന്റെ ക്യാഷ് അല്ല നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ കമ്പ്യൂട്ടർ ഡിവൈസിന്റെ ക്യാഷ് മെമ്മറിയാണ്. പക്ഷെ കർത്തവ്യം സെയിം തന്നെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സിംഗ് ഇവിടെ ഫ്രീക്വന്റ്ലി ആക്സസ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നു ക്യാഷ് മെമ്മറിയിൽ. അപ്പൊ ക്യാഷ് മെമ്മറിയുടെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പെട്ടെന്ന് ഡേറ്റയെ നമ്മളുടെ പ്രോസസ്സറിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലി. അപ്പോൾ ഇവിടെ തന്നെ പലതരത്തിലുള്ള ലെയേഴ്സ് ഓഫ് ക്യാഷുകൾ ഉണ്ടാകും. L1 ഉണ്ടാകും, L2 ഉണ്ടാകും, L3 ഉണ്ടാകും.
പക്ഷെ ഇതിന് കൂടുതലും വരാം. നമ്മൾ ആ കമ്പ്യൂട്ടർ ഡിവൈസ് മേടിക്കുമ്പോൾ അതിന്റെ സ്പെക്ക് നോക്കിയാണ് ഈ L1 L2 L3 അതുപോലത്തെ ലെവലുകൾ എത്രയുണ്ട് നമ്മളുടെ കമ്പ്യൂട്ടർ എന്ന് അറിയുന്നത്. ഓക്കെ, പക്ഷേ ഈ ക്യാഷ് മെമ്മറിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്മോൾ മെമ്മറി ആയിരിക്കും. നമ്മുടെ റാം പോലെ ഒരു വലിയ അത്രയും GB ഉള്ള മെമ്മറി ഒന്നും ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യില്ല. വളരെ 1 GB ഒക്കെ വളരെ താഴെയുള്ള ഒരു മെമ്മറി ആയിരിക്കും നമുക്ക് ക്യാഷ് മെമ്മറിയിൽ വരുന്നത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഒരു ക്യാഷ് മെമ്മറിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് വരുവാണെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് എപ്പോഴും വളരെ ചെറിയ യൂണിറ്റുകൾ ഉള്ള മെമ്മറി ആയിരിക്കും അതിന്റെ ഉത്തരമായി നമുക്ക് വരുന്നത്. അടുത്തത് വളരെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. വിർച്വൽ മെമ്മറി നമ്മൾ എപ്പോഴും കേട്ടിരിക്കുന്നത് എന്താണ്? ഇതുമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് തൊടാൻ സാധിക്കാത്ത വിർച്വൽ മെമ്മറി എന്നൊരു കൺസെപ്റ്റ് നമുക്ക് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അതിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ പ്രൈമറി സ്റ്റോറേജുമായി ബന്ധമില്ലാത്ത മെമ്മറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൈമറി മെമ്മറിയുമായിട്ട് ബന്ധമില്ല എന്ന് വെച്ചാൽ ഈ പ്രൈമറി മെമ്മറി ആയിട്ടുള്ള റാമിനും റോമിനും ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ വിർച്വൽ മെമ്മറി എന്ന് ഈ ഒരു ആസ്പെക്റ്റിൽ പറയുന്നത്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ 8 GB ഉള്ള റാം ആണ് നമ്മൾ യൂസ് ചെയ്ത് അവിടെ എല്ലാ ഡേറ്റയും ഓൾറെഡി ഫില്ലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ കമ്പ്യൂട്ടറിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ മെമ്മറി ഡിവൈസസ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാകും. അതിനെ നോർമലി നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നു. സോ ആ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് ഈ അഡീഷണൽ മെമ്മറി നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ആ ആഡ് ചെയ്യുമ്പോൾ ആ മെമ്മറി എന്തായി സംഭവിക്കും? ഈ ഫിസിക്കൽ മെമ്മറി അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോറേജ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജിനെ സംബന്ധിച്ച് അവർക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു മെമ്മറി ആയതുകൊണ്ടാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് മെമ്മറി കാര്യങ്ങളൊക്കെ പഠിച്ചു. മെമ്മറി കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു മെമ്മറി ഹൈറാർക്കി ഉണ്ട് എന്നാണ്. മെമ്മറി ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് പ്രോസസ്സറിന് നമ്മുടെ ഡേറ്റയെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ. അപ്പൊ അങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം CPU രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റിലേക്കാണ് ഡേറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രോസസ്സിന് വേണ്ടി കമ്പ്യൂട്ടർ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ അതിന് ഡേറ്റ റിട്രീവ് ചെയ്യണം. ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ രജിസ്റ്റേഴ്സിൽ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല, അവിടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പ്രോസസ്സ് നടക്കും. ഇനി അവിടെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് പോകുന്നത് ലെവൽ 1 ആയിട്ടുള്ള ക്യാഷ് മെമ്മറിയിലോട്ടാണ്. അപ്പൊ ക്യാഷ് മെമ്മറിയിലോട്ട് പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ക്യാഷ് മെമ്മറി വളരെ കുറച്ച് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്യാഷ് മെമ്മറി. ഏറ്റവും റീസെന്റ് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ്സ് അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ ആണ് ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മെയിൻ മെമ്മറിയിൽ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ സെക്കൻഡറി സ്റ്റോറേജ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിളിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പടം തന്നെ ഓർത്താൽ തന്നെ നമുക്ക് ആക്ച്വലി ഇതിന്റെ സ്പീഡ് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. സ്പീഡിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ CPU രജിസ്റ്ററിലായിരിക്കും ഏറ്റവും സ്പീഡ് കുറവ്, എഫിഷ്യൻസി കൂടുതൽ ആണല്ലോ. പിന്നെ താഴോട്ട് വരുന്നോറും അത് കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് എഫിഷ്യൻസി കൂടുകയാണെങ്കിൽ അതിനകത്ത് മെമ്മറി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? താഴോട്ട് വരുന്നോറും കൂടി കൂടി വരുന്നു. ഇനി എഫിഷ്യൻസി ആകുമ്പോൾ താഴോട്ട് വരുന്നോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി മറ്റൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എക്സ്പെൻസീവ് ആണോ? ഇതിൽ ഏതായിരിക്കും നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് ഉണ്ടാകുന്നത്? ഏറ്റവും താഴെയുള്ള മെമ്മറീസ് എഫിഷ്യൻസി കുറവായതുകൊണ്ട് തന്നെ അതായിരിക്കും കമ്പാരിറ്റീവ്ലി മുകളിലുള്ള കമ്പോണൻസിനേക്കാളും ചീപ്പർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാഷ് മെമ്മറി ആയിരിക്കും മെയിൻ മെമ്മറിയേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആക്സസ് ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം. ആക്സസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു മെമ്മറി ഹൈറാർക്കിയെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. അവിടെ സ്റ്റോറേജിൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്
പ്രോസസ്സർ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ആ പ്രോസസ്സറിന് എന്തൊക്കെ ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ ആ ഡേറ്റ അയച്ച് എടുക്കുന്നത് CPU രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, പിന്നെ നമ്മളുടെ ബാക്കി പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ് എന്ന ലെവലിലായിരിക്കും പോകുന്നത്. അപ്പൊ ഏത് ഡിവൈസിൽ നിന്നാണെങ്കിലും ആ ഡേറ്റ കിട്ടിക്കഴിഞ്ഞ് പ്രോസസ്സറിലേക്ക് എത്തുന്ന സമയത്തിനാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആക്സസ് ടൈം എന്ന് സംഭവിക്കുന്നു, മെമ്മറി ഹൈറാർക്കിയിൽ താഴെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവരും ആക്സസ് ടൈം കൂടി കൂടി വരും. ഓക്കെ, സോ ഇത്രയും ആണ് നമുക്ക് ഒരു പെരിഫറൽ ആയിട്ട് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.